നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മഴ തുടങ്ങിയതേയുള്ളൂ. മഴ തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ചെറിയ മഴ സംബന്ധിതമായ പ്രശ്നങ്ങൾ സംസ്ഥാനത്തുണ്ടാവുക പതിവാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ പലരെയും ഞെട്ടിക്കുകയാണ്. ദേശീയ പാതയാണ് തകരുന്നത്. വലിയ പ്രതീക്ഷയോടെ കേരളം സ്വപ്നം കണ്ട ദേശീയപാത, ഞങ്ങളുടെ മികവ് എന്ന് മുന്നണികൾ ഫ്ലക്സ് വെച്ച് വിശദീകരിച്ച വികസന പദ്ധതി, അത് നിലം പൊത്തുമ്പോൾ എല്ലാവരും കൈകഴുകുകയാണ്. ഇത് ആരുടെ ഉത്തരവാദിത്വം എന്ന് ആർക്കും അറിയില്ല. പരിഹാസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാർ ആര്? കേന്ദ്രത്തിനും കേരളത്തിനും ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പൊതുവേദിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധാരാളം പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരിലേക്ക് വരാം. മലപ്പുറം കൂരിയാട് ദേശീയപാതയിൽ ഈ സർവീസ് റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിദഗ്ധ പരിശോധന നടക്കുകയാണ്. ഡോക്ടർ അനിൽ ദീക്ഷിത് അതോടൊപ്പം തന്നെ ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ഇ.ടി. മുഹമ്മദ് ബഷീർ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടിരുന്നു. നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോഴവിടെ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന നടക്കുകയാണ്. CB അനുമോദ് എനിക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനുമോദ്, ഈ സംഘം എത്ര നേരമായി പരിശോധന തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് പ്രാഥമികമായി ആ സ്ഥലത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ മലപ്പുറം കൂരിയാട് ദേശീയപാത 66 സർവീസ് റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. ഡോക്ടർ അനിൽ ദീക്ഷിത് ഉണ്ട്, അതോടൊപ്പം ഡോക്ടർ ജിമ്മി തോമസ് ഉണ്ട് വിദഗ്ധ സംഘത്തിൽ. ഇവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. യെസ്, അനുമോദ് കേൾക്കാമെങ്കിൽ ഇപ്പോൾ പരിശോധന ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? വിദഗ്ധ സംഘം ഇപ്പോൾ ഓരോ മേഖലയിലും എത്തി പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് അവർ ഇവിടെ എത്തിയത്. ഈ റോഡിൻ്റെ ഇടിവ് സംഭവിച്ച ഓരോ ഭാഗത്തും എത്തി ആ മേഖലയിലെ മണ്ണിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഇടിഞ്ഞതിൻ്റെ രീതിയും എല്ലാം വിശദമായി കണ്ട് ഇക്കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അവിടുത്തെ പ്രാദേശിക നേതാക്കളോ അങ്ങനെ ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടോ? ഇതിന്റെ ഒരു NHAയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ ഇത് കോൺട്രാക്റ്റ് എടുത്ത കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. അവർക്കൊപ്പം തന്നെ പ്രാദേശികമായിട്ട് ഈ മേഖലയെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് ഉന്നയിച്ചിരുന്ന സമരസമിതിയുടെ നേതാക്കളൊക്കെ ഇവരുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഈ സമരസമിതി നേതാക്കൾ ഇവർ സംസാരിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഈ ഒരു അപകടത്തിൻ്റെ സ്വഭാവം അതേപോലെ തന്നെ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കിയാണ് ഈ പ്രദേശവാസികളോട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ഈ സന്ദർശനം. ഇത് നമുക്കറിയാം, ഈ മേഖലയുടെ പുനർനിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിദഗ്ധ സമിതി തയ്യാറാക്കി നൽകുന്ന റിപ്പോർട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്തണം, പൂർണ്ണമായിട്ടും ഈ ഒരു രീതി മാറ്റം വരുത്തേണ്ടതുണ്ടോ, എത്ര സമയമെടുക്കും എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരിന് തീരുമാനമെടുക്കണമെങ്കിൽ, ദേശീയപാത അതോറിറ്റിക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ഇവരുടെ റിപ്പോർട്ട് ലഭ്യമാകേണ്ടത് പ്രധാനപ്പെട്ടതാണ്. പ്രാദേശിക തലത്തിലുള്ള സഹകരണങ്ങൾ, ഉദ്യോഗസ്ഥരുടെ സഹകരണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അനുമോദ്, അവരുമായി സംസാരിച്ചോ? അവർ എത്ര സമയം കൂടി പരിശോധന നീളും, എന്തൊക്കെയാണ് അതേ സംബന്ധിച്ചൊക്കെ വല്ലതും പറഞ്ഞോ? ഇപ്പോൾ ഈ ഒരു ബൈപ്പാസിൻ്റെ, അതായത് മുകളിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓവർബ്രിഡ്ജിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക്, അതായത് ഇടയിലാണ് ഏറ്റവും അധികം ഇടിവ് സംഭവിച്ചത്. ആ മേഖല അവർ കണ്ട് ഇപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തുകൂടി, അതായത് ഇതിലേറ്റവും പ്രകടമായ വലിയ തോതിൽ തന്നെ ഭീതിതമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത് താഴത്താണ്.
ഈ ഒരു ഓവർബ്രിഡ്ജിൻ്റെ താഴെയാണ്. അവിടെ കൂടി അവർ സന്ദർശിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കുറെ കൂടി ഒരു വിവരങ്ങൾ ലഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ സമയമായിട്ടില്ലെന്നാണ് കരുതുന്നത്. കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു സന്ദർശനം പൂർത്തീകരിച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷമേ അത്തരത്തിലൊരു പ്രതികരണത്തിന് നമുക്ക് സാധ്യത കാണുന്നുള്ളൂ. ഈ സന്ദർശനത്തിന് ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ഈ റോഡിൻ്റെ ഭാവി, അല്ലെങ്കിൽ ഈ ദേശീയപാതയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് പറയാനാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇവരുടെ ഈ ഒരു വിവരശേഖരണം നീളും എന്ന് തന്നെ വേണം കരുതുവാൻ. മനു, അതാണ് CV അനുമോദാണ് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. ദേശീയ പാതയിൽ ഉണ്ടായ ഈ വിള്ളലിനെ, അല്ലെങ്കിൽ സർവീസ് റോഡിലുണ്ടായ ഈ വിള്ളലിനെ സംബന്ധിച്ച് വിദഗ്ധ സംഘം പരിശോധന നടത്തുകയാണ്. ഡോക്ടർ അനിൽ ദീക്ഷിത്തും ഡോക്ടർ ജിമ്മി തോമസും ആണ് സംഘത്തിൽ ഉള്ളത്. നമുക്ക് പൊതുവേദിയിൽ നമ്മുടെ പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എനിക്ക് നിറയെ ആളുകൾ പൊതുവേദിയിലേക്ക്, ഷിജുവും അങ്ങനെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പൊതുവേദിയിലേക്ക് ചേർന്നിട്ടുണ്ട്. ആദ്യ കോളർ നമ്മുടെ ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ മറ്റ് പലയിടങ്ങളിലും വിള്ളൽ ശ്രദ്ധയിൽപ്പെടുകയാണ്. മമ്മാലിപ്പടിയിൽ ഇപ്പോൾ വിള്ളൽ കണ്ടു, അത് അടച്ചു. കഴിഞ്ഞ ദിവസം അപകടം നടന്ന ഈ കൂരിയാടിന് സമീപം ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഈ മമ്മാലിപ്പടിയും അതിന് തൊട്ടടുത്താണ്. തൃശ്ശൂർ ചാവക്കാടും വിള്ളൽ കാണുകയാണ്. അങ്ങനെ പലയിടങ്ങളിൽ വിള്ളൽ കാണുന്നു, ഇത് അടയ്ക്കുന്നു. അപ്പോൾ ഇത് ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് വേണം കരുതാൻ? ഇത് കരാറെടുത്ത്, അതായത് ജിയോളജിക്കൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം കൂട്ടി വന്നിട്ട് അടിതെറ്റിയാൽ ആനയും വീഴുന്ന ഫൗണ്ടേഷൻ കണ്ടീഷൻ ആയിട്ടില്ലെങ്കിൽ എല്ലാം പോവും. അത് ആ ദേശത്തുള്ള ഉത്തരവാദപ്പെട്ട കൂട്ടർ അവിടെ വന്ന് കണ്ടിട്ട് എടുപ്പിക്കുമ്പോ നോക്കണം. പിന്നെ അക്കാദമിക്കലായിട്ട് എഞ്ചിനീയർമാർ പഠിച്ചതായ, ഞാനിപ്പോ എപ്പോഴും പറയുന്നത് രാജാവിന്റെ കുതിര എന്ന് വെച്ച കാര്യം, കുതിരക്കോട്ടയിൽ പോയി എല്ലാവരും അതുപോലെയല്ല, നല്ല എഞ്ചിനീയർമാരിലുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കിന്ന് കൂടുതൽ പ്രേക്ഷകർ ഉള്ളത് കൊണ്ടാണ്. ഏതായാലും താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. എന്നോടൊപ്പം ശിവദാസൻ കൂടി ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഷിജു എന്നോട് പറയുന്നത് എൻ്റെ കോട്ട് കൊള്ളാം എന്നാണ് പറയുന്നത്. കൊള്ളാം. മറ്റൊരു ചോദ്യം കൂടി എനിക്കെതിരെ വന്നിട്ടുള്ളത്, എൻ്റെ ഇന്ന് ഭയങ്കര ഗൗരവമാണെന്ന്. എങ്ങനെ ഗൗരവത്തിൽ ഇരിക്കാതിരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ വലിയൊരു വികസന പദ്ധതി വരുന്നു. അപ്പോൾ ഇതുപോലും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു നാടാണ് ഇന്ത്യ എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഇതിൽ പാകപ്പിഴകളുണ്ട്. എന്തുകൊണ്ടത് വരുന്നു എന്നത്, ഒരു റോഡ് നിർമ്മിക്കാൻ കഴിയില്ല. കേരളത്തിൽ മഴ പെയ്യുന്നത് ആദ്യമായിട്ടല്ല, എത്രയോ കാലങ്ങളായി മഴ പെയ്യുന്നു. ഒരു മഴയെ അതിജീവിക്കാനുള്ള ഒരു റോഡ് പണിയാനുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരാണോ ഈ ഇന്ത്യക്കാർ? അത് കേന്ദ്രവും കേരളവും. എന്നിട്ട് അവിടെ ഫ്ലെക്സ് വെച്ചവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഗൗരവത്തോടെ ഇരിക്കുകയല്ലാതെ എങ്ങനെ എനിക്ക് ചിരിക്കാൻ കഴിയും? അതാണ് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത്, എന്താ ഇന്ന് ഇത്ര ഭയങ്കര ഗൗരവം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം ജയകുമാറിന് എൻ്റെ നമസ്കാരം. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദിവാകരൻ. ശിവദാസൻ, ശ്രീ ശിവദാസൻ. നമസ്കാരം. നമസ്കാരം. ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് ശ്രീ ശിവദാസൻ എന്ത് തോന്നുന്നു? സാർ, എനിക്ക് ധൃതി വെക്കരുത്. ഞാൻ ഇതിന്റെ കോൺട്രാക്ട് ചെയ്തിട്ട ആളാണ്. കോൺട്രാക്ടറാണോ? അതെ. കോൺട്രാക്ടർമാർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ? മലേഷ്യ, ഹോങ്കോങ്, വിയറ്റ്നാം ഞാൻ പോയ സമയത്തല്ല എനിക്ക് ഇതിന്റെ മേൽനോട്ടമായിരുന്നു. ഞാൻ കാർപ്പൻറ്റർ ആയിരുന്നു. പക്ഷെ ഇതാണ് എനിക്ക് ജോലി, ഞാൻ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ടും ഒരു സമയം തന്നു സാർ, ഇത് മറ്റാള് കേൾക്കാൻ വേണ്ടി അവർ കേൾക്കട്ടെ, എഞ്ചിനീയർമാരും വർക്കർമാരും ഒന്ന് കേൾക്കട്ടെ. ഓക്കെ, കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. അതായത് നമ്മൾ റോഡ് ചെയ്യുമ്പോൾ അത് മലകൾ കാണും, പാറകൾ കാണും. അല്ല, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ പരിശോധിക്കേണ്ടത് ആരാണ്? ഇത് പരിശോധിക്കേണ്ടത് ഇഞ്ചിനീയർമാരാണ്. ഈ മണ്ണ് എഞ്ചിനീയർമാരാ പണിയെടുക്കുന്നില്ലെങ്കിൽ അത് അല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞു പോയിട്ട് എഞ്ചിനീയർമാരെ കൊണ്ട് ഇത് കൃത്യമായി ചെയ്യിക്കേണ്ടത് ആരാണ്? എഞ്ചിനീയർമാരാണ്. അപ്പൊ ഈ ഫ്ലക്സ് വെച്ചവരും അവകാശവാദം ഉന്നയിച്ചവരും ഞങ്ങളുടെ ഇച്ഛാശക്തി എന്ന് ആർത്ത് വിളിച്ചവർക്കും ഒന്നും ഒരു കാര്യമില്ല. അവരെല്ലാം എഞ്ചിനീയർ ചെയ്തു, അവരതിന്റെ ക്രെഡിറ്റ് എടുത്തു എന്ന് സമ്മതിക്കും. ഒരു കൊടുക്കുമ്പോൾ 80 ലക്ഷം രൂപ കേന്ദ്ര ഫണ്ട് കൊടുക്കും. ഞാൻ പറയുന്നത് ഫണ്ടിന്റെ അപാകതയൊന്നുമല്ല ഇവിടെ ഉണ്ടായത്. എനിക്കിത് അങ്ങ് പറയുന്നത് ഇത് വിഷയത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്, ഇത് വളരെ ഗൗരവത്തോടുകൂടി ഇത് ശാസ്ത്രീയമായ പരിശോധനയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഈ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നില്ലേ? ഈ NHAI ഉണ്ടായിരുന്നില്ലേ? കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ലേ? ഈ നാട്ടിൽ ഫ്ലക്സ് വെച്ച് നടക്കുന്ന BJP-ക്കാർക്കും അതുപോലെ ഈ CPM-കാർക്കും ഉണ്ടായിരുന്നില്ലേ? BJP-ക്കാർക്കും കോൺഗ്രസുകാർക്കും CPM-നും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ജവന്മാരെ അവരെ പൈസ ഒന്നുമില്ല, സാധാരണക്കാരന്റെ പൈസയാണ്. ഇത് കുറെ കഴിഞ്ഞ ഡോളർ ഉപയോഗിച്ച് അവർ കോളി എടുക്കുന്നതാണ്. ഈ ഗവൺമെന്റ് ഉത്തരവാദികളിൽ ആരും നോക്കൂല.
ശരി, ഞാൻ അടുത്ത കോളറിലേക്ക് പോകണം. നമുക്ക് കൂടുതൽ ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇത് എഞ്ചിനീയർമാരുടെ തലയിലും അല്ലെങ്കിൽ അവിടെ കല്ല് വെട്ടാൻ വന്ന ആളുടെ തലയിലും ഒന്നും വെച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് അതിലെ കാര്യം. അതിന് 24 മണിക്കൂറിലധികം സമയം കൊടുക്കരുത്. റോഡ് തകർന്നു വീണതിൻ്റെ കാരണം എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനെ തന്നെയാണ് അങ്ങോട്ടേക്ക് അയക്കുകയും വേണ്ടത്. സുനിൽകുമാർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ഓക്കെ സുനിൽകുമാർ, താങ്ക് യു. ഗോളാന്തരം നമസ്കാരം പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ സക്സസ് വിൽ ഹാവ് മെനി ഫാദേഴ്സ്, ഫെയിലിയേഴ്സ് ഹാവ് നോ ഫാദർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു വലിയ പ്രയോഗം കേട്ടോ. ഒരു ഷിജു കിരിയത്തെ എനിക്ക് എഴുതുകയാണ്. അത് അങ്ങനെയാണ്. സക്സസ് ഹാവ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് എൻ ഓർഫൺ എന്നാണ് ശരിയായ പ്രയോഗം. അതായത് ഒരു കാര്യം വിജയിക്കുമ്പോൾ ഇത് ഞാനാണ് ഇതിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ അവകാശവാദവുമായി ആയിരക്കണക്കിന് ആളുകൾ വരും. പൊളിയുമ്പോൾ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ ഒരുപാടാണ്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അനിയൻകുട്ടൻ, കേൾക്കാമോ? നമ്മൾ ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു. അനിയൻകുട്ടൻ്റെ ഫോൺ കട്ടായി. എന്താ ഈ മഴ പെയ്യുമ്പോൾ അവിടെ ഫോൺ കട്ടാവുകയാണോ? അല്ല സാറേ, ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ തന്നെ സാർ അവിടെ അത്ര മഴയില്ലായിരുന്നു. അവിടെ പ്രേക്ഷകർ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ആണോ കട്ടായത്? അല്ലല്ല, ഞാൻ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പോട്ടെ സാറേ, ഇനി കട്ടായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും പറയല്ല സാറേ. അത് സാറ് ചോദിച്ചതിലോട്ട് വരുവാണ്. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങൾക്ക് അധികം ഇച്ചിരി നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കും ബി ജെ പിക്കാർക്കും 5 മിനിറ്റ് 15 മിനിറ്റ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് 2 മിനിറ്റ് തരുമോ? പിന്നെ അങ്ങ് ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഈ പൊതുവെ ഇതിൽ അങ്ങേ പറഞ്ഞത്ര അഭിപ്രായം പറഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് 2 മിനിറ്റ് തരുമോ? 2 മിനിറ്റ് ആണോ തന്നിട്ടുള്ളൂ? സാധാരണ 5 മിനിറ്റ് അല്ലേ? അവർക്കൊക്കെ 10, 15, 20 മിനിറ്റ് കൊടുത്തു, കുഴപ്പമില്ല. ബി ജെ പിക്കാർക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ. ചിരി വരിക സാറേ. ദേശീയപാതയെ പറ്റി ഈ അന്വേഷിക്കേണ്ടതും ഈ ഞാൻ ഒന്ന് വേറെ ഒത്തിരി ആരെയാണ് അവിടെ പിന്നെ പ്ലസ് വെക്കുന്നത്? ആരെയാ? ഈ പിണറായി തമ്പുരാന് വെക്കുവോ, മരുവൻ തമ്പുരാന് വെക്കുവോ, അതോ നിതിൻ ഗഡ്കരിയുടെ തമ്പുരാന് വെക്കുവോ, മോദി തമ്പുരാന് വെക്കുവോ? ഇവരിപ്പം കിടന്ന് അടി നടത്തിക്കൊണ്ടിരിക്കുക. എന്റെ സാറേ, ഇതൊന്നും ശരി. ഇപ്പൊ അവിടെ കുറച്ച് പേര് അവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടുകാരവിടെ പ്രതിഷേധം നടക്കുമ്പോൾ ഈ വ്യക്തികൾ, ഈ തമ്പുരാന്മാർ എവിടെയായിരുന്നു? ഈ തമ്പുരാന്മാർ എവിടെയായിരുന്നു? എല്ലാവരും നിങ്ങളെല്ലാം കൂടെ ഈ കോൺഗ്രസിനെ കുറ്റം പറയുമല്ലോ. ഈ തമ്പുരാന്മാർ എവിടെയായിരുന്നു? നിങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിയെ പറ്റിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടോണ്ടായത്. എന്നിട്ട് നിങ്ങളോട് ഞങ്ങൾ രാജ്യത്തെ സ്നേഹത്തോട് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പറ്റി ഞങ്ങൾ ഒരു കുറ്റവും പറഞ്ഞില്ലല്ലോ. അല്ലല്ല, ഇന്ന് യഥാർത്ഥമായിട്ട് കൊണ്ടുവന്നേ തിരുവനന്തപുരത്ത് ഒരു പട്ടികജാതിപ്പെട്ട ഒരു പുണ്യ സ്ത്രീയെ ആ സ്റ്റേഷൻ ഇട്ട് ചെയ്തത് എന്താണെന്ന് ആ TV ദൃശ്യം ഒന്ന് പരിശോധിക്കണമെന്ന് നിങ്ങൾ ഒരു വാർത്ത കൊടുത്തോ? പേടിയാന്നേ ഈ പിണറായി തമ്പുരാൻ അനിയൻ കുഞ്ഞ് പറയുന്ന കേട്ടത്. ഞങ്ങൾ ഈ വാർത്തയൊക്കെ അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചു. ഈ അനിയൻ കുഞ്ഞിനോട് ഈ അടിവട്ട ദളിത് വനിതയല്ലോ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ എന്നെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അല്ലേ അതറിഞ്ഞത്? എന്നിട്ട് പറയാം മാധ്യമങ്ങൾ വാർത്തയെല്ലാം അറിഞ്ഞു വെക്കാന്ന് പറഞ്ഞാൽ എന്റെ അനിയൻ കുഞ്ഞിനെ പോലെ ഒരാള് ഇങ്ങനെ പറയുമ്പോ അവരെ തുണി വരെയും അവിടെ പറിച്ച് പരിശോധിച്ചു. അവരെ പേടിച്ച് അവരെ വിരട്ടി വിടുകൊണ്ടാണ്, സ്ത്രീ ആയതുകൊണ്ടാണ് അവർ വെളി പറയാത്തത്. ആ CCTV ദൃശ്യം ഒന്ന് പരിഹരിക്കാൻ നിങ്ങളുടെ പിണറായി തമ്പുരാനോട് റിയാസ് തമ്പുരാനോട് ഒന്ന് പറയുന്നോ? പക്ഷെ അതായിരുന്നു ഇന്ന് വാർത്ത കൊടുക്കേണ്ട പ്രത്യേകത. ഇതൊക്കെ എന്ന് പറയാം സാറേ, ഇതൊക്കെ നടപടി എടുത്തേ. കേസെടുക്കുമോ? നിങ്ങൾ തമ്പുരാനോട് ചോദിച്ചു നോക്ക്. കേസെടുക്കുമോ? തമ്പുരാനോട് ചോദിച്ചു. ഈ റോഡ് തന്നെ തകരാനുള്ള കാരണം എന്നാണെന്നറിയോ? യുവന്മാര് ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു അന്വേഷണമോ ഒരു ആ നാട്ടുകാരെ തന്നെ പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ ഒന്നുമില്ലാതെ കണ്ട് ഇങ്ങോട്ട് വന്ന് വീട് എല്ലാം തൂട്ടി പൊളിച്ച് നടത്തി. ഇന്ന് കുറെ തമ്പുരാക്കന്മാർ അവിടെ വന്ന് പരിശോധന നടത്താൻ വരുന്നുണ്ട്. സാറേ, ശിവന്മാര് പണം ഉണ്ടാക്കുക ഇവന്മാരെ ലക്ഷ്യം. ഞാൻ 5 മിനിറ്റ് ആയില്ലേ? ഇനി ഞാൻ അടുത്ത ആളിലേക്ക് പോയിക്കോട്ടെ. ഈ തമ്പുരാന്റെയും ഈ 2 തമ്പക്കാന്മാരെയും കേന്ദ്ര തമ്പക്കാന്മാരെയും പിന്നെ പ്ലസ് ആര് വെക്കുമെന്ന ശരി. മോഹൻദാസ് ആലത്തൂർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങേക്ക് ധാരാളം സമയം ഞാൻ തന്നു. അത് കോൺഗ്രസ്സുകാർക്ക് സമയം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി ഇനി പറയരുത്. ഓക്കെ, ശ്രീ മോഹൻദാസ്. നമസ്കാരം. ശ്രീ മോഹൻദാസ്, ആലത്തൂർ കൂടി ഒരു ദേശീയപാത പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ആ വഴി പോയപ്പോൾ നോക്കിയപ്പോൾ നല്ല മനോഹരമായ ദേശീയപാത. 47 ആണ് ഇപ്പൊ 66 ആയി മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ?
അപ്പൊ ഈ അവിടെയും ചെറിയ തകരാറുകളുണ്ട്. നമ്മുടെ വാണിയമ്പാറ അങ്ങനെ ഭാഗത്ത് ഒക്കെ പല്ലിക്കര ഭാഗങ്ങളൊക്കെ ഉണ്ട്. അല്ല, പക്ഷെ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു നല്ല മനോഹരമായ പാത എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇതേ മഴ പെയ്യുമ്പോൾ പലയിടത്തും ഇടിയാൻ തുടങ്ങാൻ. ആലത്തൂർ ഈ പ്രശ്നം ഉണ്ടോ ശ്രീ മോഹൻദാസ്? അത്രയ്ക്ക് അധികമില്ല, ഈ പറയുന്ന അത്ര ഗംഭീരമൊന്നും ഇല്ല, അത് അത്രയില്ല, ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്ഥിരം കാർഷിക പ്രതിഭകളെ മുഴുവൻ നിങ്ങൾ രണ്ടുപേരും മനുവും കിരണും കൂടിയിട്ട് ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ട് തകർത്തു. അത് കാരണം ഇപ്പോ പൊതുവേദി ഇത്തിരി സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അതൊന്നും പക്ഷേ ഇപ്പൊ ഒരാളെ ഈ തമ്പുരാൻ എന്ന് പറയാൻ അത് അർത്ഥമില്ലാത്തൊരു വർത്താനം ഈ പറയുന്നത്. പോട്ടെ, നമ്മുടെ ഒരു പഴയ പൊതുവേദിയുടെ ആദ്യകാലത്തുള്ള ഒരു പ്രേക്ഷകനാണ്. അപ്പൊ ചില സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കാൻ അങ്ങനെ വികാരം കൊണ്ട് നമ്മൾ പറയും. ഞാനൊരു 10-76 വയസ്സായി കുറെ വിളിക്കുന്ന ഒരാളാണ്. നമ്മള് ആരായാലും അങ്ങനെ പറയരുത്. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അല്ലേ. പോട്ടെ, ഞാനൊരു പാർട്ടിക്കാരനൊന്നുമല്ല. പിന്നെ ഈ കാര്യത്തിലേക്ക് വന്നാല്, ഈ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാല് ഭൂപ്രകൃതി ഒരു ഘടകം തന്നെയാണ് ഇത്. കാരണം മഴയാണെങ്കിൽ ഭയങ്കര മഴയായിരിക്കും, വെള്ളപ്പൊക്കം വെക്കാൻ, ചൂട് അതേപോലെ തന്നെ. അപ്പൊ ഇത് തമിഴ്നാട്ടിൽ എത്രത്തോളം പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇവിടെ മാത്രം ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതിന് കാരണം ഈ ഭൂമിയുടെ ഇതൊക്കെ വീട് തന്നെ അതേപോലെ തന്നെ പലപ്പോഴും ചില വീടുകൾ മുഴുവൻ ഉണ്ടാവുന്നുണ്ട്. അതിപ്പോ ഈ കള്ളപ്പണി കൊണ്ടൊന്നുമല്ല, ഇത് ഏത് പണികളൊന്നും. അതെ, അപ്പൊ ഏത് ഇത് വന്നാലും അത് കള്ളത്തരമാണോ, കൈക്കൂലി വാങ്ങിയെന്നാണ് പറയുന്നത്. അത് പ്രതിപക്ഷവും പറയും, എല്ലാവരും പറയും. ഈ മഴയെ അതിജീവിക്കാൻ നാം പഠിക്കേണ്ടേ? ഇത് എത്ര കേരളത്തിൽ ഇപ്പൊ ഇന്ന് ഈ വർഷം ആദ്യമായിട്ട് മഴ പെയ്തതല്ലല്ലോ, ഒരു പ്രളയം നമ്മൾ കണ്ടതാണ്, അതിനേക്കാൾ വലിയ പേമാരികൾ നമ്മൾ കണ്ടതാണ്, വെള്ളപ്പൊക്കം കണ്ടതാണ്. ഞാൻ അതിലേക്കാ വരുന്നത്. ഇന്നിപ്പോ പരിശോധനയുടെ നമ്മൾ കണ്ടു ഇപ്പോ പരിശോധിക്കുന്നത് എല്ലാം കഴിഞ്ഞ് പരിശോധിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇതിനു മുമ്പ് ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ? അതിന് വേണ്ട മെഷീനറീസ് വേണം, നോക്കണം, ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുന്നില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് 12 കൊല്ലം കഴിഞ്ഞ റിപ്പോർട്ട് വരാൻ പോണേ. അപ്പൊ ഈ വിളിഞ്ഞപ്പോ പോവുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം നിരവധി. ഏതായാലും ശ്രീ മോഹൻദാസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം ദേശീയപാതയ്ക്ക് സമീപത്താണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നതോട് കൂടെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ടിമ്മി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ടിമ്മി പറയുന്നത് ഇത്തരത്തിലെ അപാകത ചൂണ്ടിക്കാണിക്കാൻ റിപ്പോർട്ടർമാർ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് വീണപ്പോൾ സർവരെയും കുറ്റം പറയുന്നു, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിലവിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ടിമ്മി, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി എല്ലാ സംഗതിയും ആദ്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ഈ എഞ്ചിനീയർമാരുടെ ആവശ്യം എന്തിന്? ഈ വലിയ സമ്പാദ്യവും ശമ്പളവും ഒക്കെ വാങ്ങിച്ച് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്തിന്? ജനപ്രതിനിധികൾ എന്തിന്? നിങ്ങൾ വോട്ടിട്ട് നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ഈ ജോലിക്ക് അയക്കുന്നുണ്ടല്ലോ, അവരെന്തിന്? ഇതെല്ലാം മാധ്യമപ്രവർത്തകൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഇത് നമ്മൾ എന്തെങ്കിലും കൊണ്ട് ആദ്യം ചെന്നാൽ എന്തു പറയും? വികസന വിരോധികൾ എന്ന് പറഞ്ഞ് തടയും. സ്വാഭാവികമായി ഇത് ഒരു മാധ്യമപ്രവർത്തകന് പോയി ഒരു റോഡ് നിർമ്മാണത്തിൻ്റെ ശാസ്ത്രീയത വിലയിരുത്താനുള്ള വിജ്ഞാനം എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതൊരു എഞ്ചിനീയർക്കോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്വാഭാവികമായി അവർ പറയുമ്പോഴാണ് നമ്മളത് വാർത്തയായി കൊടുക്കുന്നത്. ഇപ്പോൾ ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ വന്ന് പറയുകയാണ്, നോക്കൂ ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ ഒരു അപാകതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വെച്ച് വാർത്ത കൊടുക്കുന്നു, മറ്റേ ആളുടെ വിശദീകരണം തേടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം മാധ്യമപ്രവർത്തനത്തേക്ക് ഒരു ചുക്കും അറിയില്ല എങ്കിലും കുറേ മാധ്യമപ്രവർത്തകരെ ചീത്ത പറഞ്ഞാൽ അവനവൻ്റെ ഈ പരാജയം മറച്ചു പിടിക്കാൻ കഴിയും എന്ന് ആരും കരുതേണ്ട. അത് ഞാൻ ടിമ്മിയോടാണ് പറയുന്നത്. ടിമ്മി നമ്മുടെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു പൊതുവേദിയിൽ ഞാനൊരു കമൻറ്റ് കാണുന്നത്. ഏതായാലും ഒരു ആപ്പിളും 2 ചെറിയും അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ ലൈജി ജോസ് എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ലൈജു ഓക്കെ. സജിത്ത് പണിയംകുളം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് സജിത്തിൻ്റെ ആരോപണം. സുനിമോൾ എന്നോട് ചേർന്നിട്ടുണ്ട്. അനിയൻകുട്ടൻ എന്നെ കരയിച്ചു എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, അനിയൻകുട്ടൻ എൻ്റെ വളരെ അടുത്ത ആളാണ്, അദ്ദേഹത്തോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പരമാവധി അംഗീകരിക്കാവുന്നതൊക്കെ അംഗീകരിക്കും എന്നുള്ളതാണ്. തിലകൻ ചേട്ടനെ കാണാനില്ല എന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്. നൗഷാദ് പുന്നത്തല അശാസ്ത്രീയ നിർമ്മാണം അപകടമെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞിട്ടും ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു എഞ്ചിനീയറെയും സംഘവും എല്ലാം ലാഘവത്തോടെ കാണുന്നു എന്നാണ് പറയുന്നത്. ദിനേഷ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. 6 വരപ്പാണി പാത ഏത് കമ്പനിക്ക് കൊടുത്താലും കമ്മീഷൻ ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയുന്നു. ഓക്കെ, യെസ്. ശ്രീരാജൻ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ശ്രീരാജൻ, ഇങ്ങനെ ഒരു റോഡ് വരുമ്പോൾ ഇപ്പോൾ സാധാരണ എല്ലായിടത്തും ഫ്ലെക്സ് വരുന്നു, ഫ്ലെക്സിന് ശേഷം അവകാശവാദങ്ങൾ വരുന്നു, പിന്നെ അത് ഞങ്ങളുടെ നേട്ടമാണ്, ഇച്ഛാശക്തിയാണ് എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാർ വികസനത്തിലൂന്നിയാണ് ഞങ്ങളുടെ മുന്നേറ്റം എന്ന് പറയുന്നു. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ഒലിച്ചു പോകുന്നു. ശ്രീരാജൻ എന്ത് തോന്നുന്നു? കാരണം ഈ എടുത്തിട്ട മണ്ണിന്റെ മുകളിലാണ് ഈ റോഡ് പണിഞ്ഞത്. അപ്പൊ പൊതുവായിട്ട് ഇപ്പം മഴ പെയ്തപ്പോ പെട്ടെന്നുള്ളൊരു മഴ പെയ്തപ്പോ അതൊന്ന് താഴോട്ട് ഇരുത്തി അതിനകത്തൊരു പൊട്ടൽ വന്നു എന്ന് മാത്രമല്ല, അതിപ്പം ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പം നാഗ്പൂരിൽ വലിയ ഹൈവേ പണിയുന്നത്.
BJP പണിയുന്നത്. BJPയുടെ സർക്കാരാണ് പിന്നെ ബോംബെയിലുള്ളത്. എന്നിട്ട് അവിടുത്തെ ഒരു പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇന്നലെ രാത്രി കംപ്ലീറ്റ്ലി ഒഴുകിപ്പോയി, ഗതാഗതം നിന്നുപോയി. ഇതൊക്കെ നാച്ചുറൽ കലാമിറ്റി, അല്ലാതെ 3000 ചാക്ക് സിമന്റ് വേണ്ടെടുത്ത് 300 ചാക്ക് കൊണ്ട് പാലം പണിഞ്ഞിട്ട് വണ്ടി കയറിയപ്പോ താഴെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കോൺഗ്രസ്സുകാരുടെ കാലത്തായിരുന്നെങ്കിൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കുമായിരുന്നു? അല്ല, ഇതിപ്പോ NHAയും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും രണ്ടും കൂടെ ഉള്ളത്. ഇപ്പൊ മഴ അന്ന് പെയ്താൽ ഇപ്പൊ എന്താ ചെയ്യാൻ അത് ഇത് ബീഹാറിൽ പാലങ്ങൾ ഒലിച്ചു പോയപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? മഴ കൊണ്ടാണെന്നാണോ പറഞ്ഞത്? ഇതേ ശ്രീ രാജൻ എന്താ പറഞ്ഞത്? ശ്രീ രാജൻ എന്താ എന്നോട് പറഞ്ഞത്? ബീഹാറിൽ പാലം ഒലിച്ചു പോയപ്പോ മഴ കൊണ്ടാണെന്നാണോ പറഞ്ഞത്? ശരി, ഞാൻ ഇതെല്ലാം ഓർത്തു വെക്കുന്ന ആളാ. അങ്ങ് പറയുന്ന എല്ലാ കാര്യവും ഞാൻ ഓർത്തു വെക്കുന്ന ആളാ. ശരി, ഞാൻ പറഞ്ഞത് ബീഹാറിലെ കണ്ടതിലേക്ക് പിന്നെ ഞാൻ അന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടായതുപോലെ അവിടെ ഉണ്ടായെന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ വേറെ രീതിയിൽ കളിയാക്കി പറഞ്ഞല്ല. 100 വർഷത്തിനിടയ്ക്ക് ഉണ്ടായതിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത്. ഇനി പൊക്കോട്ടെ. റിലയൻസ് പണിഞ്ഞ 9 കിലോമീറ്റർ പിന്നെ പാലം, അതിനകത്ത് പൊട്ടൽ വന്നത് നമ്മൾ കണ്ടതാണ്. അതെ, ശ്രീ രാജനോട് എനിക്കൊരു കാര്യം അങ്ങോട്ട് ആദ്യം തന്നെ പറയട്ടെ. അങ്ങ് വിചാരിക്കുന്നത് ഈ പൊതുവേദിയെ ഇങ്ങനെ ഒരു പേര് ഇതിന്റെ ഉടമസ്ഥരുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞാൽ ഞാൻ വരണ്ടു പോകില്ല. ഞാനിവിടെ പൗഡർ ഇട്ട് വോട്ടിട്ട് വരുന്നത് ഉടമയെ വെള്ള പൂശാനല്ല. ഈ പൊതുവേദിക്ക് ഒരൊറ്റ പ്രയോറിറ്റിയേ ഉള്ളൂ, അത് പൊതുജനങ്ങളുടെ പ്രശ്നമാണ്. അത് ആര് പണിത് പൊട്ടിച്ചാലും പൊതുജനങ്ങൾക്കൊപ്പം നിൽക്കാൻ അങ്ങനെ ആർജവത്തോടെ പറയാൻ കുറച്ച് മാധ്യമപ്രവർത്തകരെ കേരളത്തിലുള്ളെങ്കിലും അങ്ങനെയും ആളുകളുണ്ട്. പൊതുവേദിയുടെ പ്രയോറിറ്റി പൊതുവേദിയിലെ പ്രേക്ഷകരും ഇത് കാണുന്ന മനുഷ്യരുമാണ്. ആര് തെറ്റ് ചെയ്താലും പൊതുവേദിക്ക് അതൊരു വിഷയമല്ല. അതിനിപ്പോ അങ്ങനെ ഉടമയെ വെള്ളപൂശാൻ പൗഡർ ഇട്ട് വരുന്ന നിരവധി മാധ്യമപ്രവർത്തകരുള്ള ഒരു നാടാണല്ലോ നമ്മുടേത്. അത് ഈ പൊതുവേദിയിൽ ഉണ്ടാവില്ല. അതെ, ഞാൻ അതുകൊണ്ടാണല്ലോ ഇപ്പൊ വിളിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് റിലയൻസുകാരൻ പണിഞ്ഞ 9 കിലോമീറ്റർ ദൂരമുള്ള അതിന്റെ വിശദാംശങ്ങൾ എന്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് നമുക്ക് ബാക്കിയും കൂടി ഞാനും കൂടി പറഞ്ഞു. അതിന്റെ പടം വന്നിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, കാണുകയും ചെയ്യാം. പിന്നെ അതുപോലൊക്കെ സംഭവിക്കും. അത് ഇപ്പം ഏറ്റവും വലിയ ശില്പിയായ നമ്മുടെ വലിയവനായ ദൈവം പണിഞ്ഞ പിന്നെ വയനാട്ടിലെ മല ഇടിച്ചു വീണു. എന്താ പുള്ളി എന്തോ കള്ളത്തരം കാണിച്ചാണോ? അല്ല, ഞാൻ ഇത് കള്ളത്തരം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വേറെ ആളുകൾ പൊളിഞ്ഞുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെന്താ? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ പണിതതെല്ലാം കുറ്റമായല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് ഇത് മഴയല്ലേ? അതിപ്പോ എല്ലായിടത്തും അങ്ങനല്ലേ? അപ്പൊ മഴയായിരുന്നില്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ശരി ശരി, ഓക്കെ. ഞാനേ അടുത്ത പ്രേക്ഷകൻ നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ കണ്ണൻ നമുക്കൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, നമസ്കാരം. ശ്രീ കണ്ണൻ, ഇങ്ങനെ ഒരു വലിയ റോഡ് വരുന്നു എന്നത് ഒരേപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഒരു മികവായി ഉയർത്തി കാണിച്ചതാണ്. വലിയ തുകയാണ് കേട്ടോ ഇതിന് ചെലവാക്കിയിരിക്കുന്നത്. ഞാനിതിൻ്റെ കണക്കൊക്കെ ഒന്ന് പരിശോധിച്ചു. ഏതാണ്ട് 17,250 കോടി രൂപയാണ് കേന്ദ്ര വിഹിതമായി വന്നത്. അതിൻ്റെ കണക്കുകൾ ഞാൻ പോയിന്ററിൽ ഇട്ടിട്ടുണ്ട്. പ്രവീണ, അതൊന്ന് കാണിക്കാം. 2,300 കോടി രൂപയാണ് നമ്മൾ ഇതിൻ്റെ മൊത്തം ചെലവായി ഉണ്ടായിരുന്നത്. അതിൽ കേരളം 25% ആണ് വഹിക്കുന്നത്. കേന്ദ്രം വഹിക്കുന്നത് 5,750 കോടി രൂപയാണ്. കേരളം വഹിക്കുന്നത് 5,750 കോടി രൂപയാണ്. ഏതാണ്ട് 617 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തു. ഏതായാലും ഇതിൽ പലയിടത്തും മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ദേശീയപാത സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണെന്നാണ്. 2025-നകം ഇത് പൂർത്തിയാക്കും എന്ന് മുഹമ്മദ് റിയാസ് അവകാശപ്പെട്ടു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കൃത്യമായ പ്രവർത്തനം നടക്കുന്നതെന്ന് പലതവണ വാർത്താസമ്മേളനങ്ങളിൽ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇത് പൊളിയുമ്പോൾ ഇത് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ശ്രീ കണ്ണൻ. സാറേ, നമുക്കറിയാം ഇപ്പൊ പാലാരിവട്ടം പാലം, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു റോഡ് പണിയുമ്പോൾ അതില് തുക കൊടുക്കേണ്ടത് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ റോഡുകളിൽ പോകുന്ന സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ഇതിൽ സ്ഥലങ്ങളാണ്. അപ്പൊ ആ ഓരോ സ്ഥലങ്ങളിലും അത് റേറ്റ് കൂടും. പിന്നെ ഇതിപ്പോ കടൽ പ്രദേശമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇപ്പൊ നമ്മൾ പാടങ്ങളിലൂടെ ആകുമ്പോൾ മലമ്പ്രദേശത്ത് ആകുമ്പോൾ അങ്ങനെ, അപ്പൊ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ റോഡ് പോകുമ്പോൾ ചെലവുകൾ കൂടും. പക്ഷെ നേരത്തെ ഈ 3 പാർട്ടികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പാർട്ടിക്കാർക്ക് മാത്രം കമ്മീഷൻ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഇഡിക്കും GSTക്കാർക്കും അങ്ങനെ വേണ്ട എല്ലാവർക്കും കൂടെ കൊടുത്തു കഴിയുമ്പം ഈ പറയുന്ന രീതിയിലല്ല സാറേ. ഇനിയിപ്പോ എത്രയൊക്കെ ഇതായിട്ട് പണിതാലും പണിയാനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ചിലപ്പോൾ അത് തികയത്തില്ല. ഈ കമ്മീഷൻകാരാണ് ഇത് ഉത്തരവാദികൾ. അത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ആരും അതിൽ നല്ല ഉച്ചാന്ന് പറഞ്ഞ് മാറി നിന്ന് വിമർശിക്കാൻ പറ്റത്തില്ല. ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം
വളരെ കൃത്യവുമാണ്. ആ പരിശോധന ഇപ്പോഴും ഏതായാലും അവിടെ തുടരുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലൈവായി കാണിക്കാൻ കഴിയും. എന്നോടൊപ്പം ജോജോ സിജി ചേർന്നിട്ട് വിള്ളൽ പണിതതാര കേന്ദ്രമോ സംസ്ഥാനമോ എന്ന് തീരുമാനിക്കാം. ജോസഫ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം പറയുന്നുണ്ട്. താങ്ക്സ് പ്രവീണ ചേച്ചി ഫോർ ദ ഡിസ്പ്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രവീണ എന്ന് ഞാൻ വിളിക്കുന്നത് കേട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. പ്രവീണയ്ക്കും ചിലർ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രവീണ നമ്മുടെ ഈ പൊതുവേദിയുടെ പ്രൊഡ്യൂസറാണ്, നമ്മുടെ ഇവിടുത്തെ വലിയൊരു ഒരു പൊതുവേദിയുടെ ഒരു നേതൃത്വം വഹിക്കുന്ന ആളാണ്. അപ്പോൾ ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതൊക്കെ പ്രവീണയാണ്. ഓക്കെ, നൗഷാദ് പുന്നത്തല പറയുന്നു, പാലം പണിയേണ്ട സംസ്ഥാനത്ത് സിമൻറ്റ് കട്ടകൾ സ്ഥാപിച്ച് മണ്ണിട്ട് ഉയർത്തിയാൽ എങ്ങനെ ഉണ്ടാകും? ഉദാഹരണം മഴ ശക്തിയായാൽ ബാക്കി കാണാം എന്ന് പറയുന്നു. ഓക്കെ, ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ കേൾക്കാമോ? ശ്രീ ബാലകൃഷ്ണനെ കുറേ ആയി കാണാനില്ല. ഞാൻ വിചാരിച്ചു സംസ്ഥാനത്ത് അങ്ങ് ഈ മാങ്ങ ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിലാണെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വേനൽക്കാലമാകുമ്പോൾ മാങ്ങയുടെ ഉൽപ്പാദനം കൂടും, സ്വാഭാവികമായിട്ട് തിരക്കിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലേ? 100%. അപ്പോൾ വലിയ ലാഭമൊക്കെ കിട്ടിയോ? ലാഭം കിട്ടാറില്ല സാർ, ലാഭം കിട്ടാതെ ബിസിനസ് ചെയ്യില്ലല്ലോ. സന്തോഷം. ആ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകൻ ലാഭം കിട്ടുമ്പോൾ അത് നമുക്ക് സന്തോഷമാണ്. ലാഭം കിട്ടാതെ ബിസിനസ് ചെയ്യൂ. അല്ല, ഞാൻ ബിസിനസ് ലാഭത്തിൽ തന്നെ ചെയ്യണം. ഞാൻ പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ. ഏതായാലും അങ്ങ് ഇന്ന് പൊതുവേദിക്കൊപ്പം ചേർന്നു. ഈ അങ്ങക്ക് ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? സാർ, അന്നൊക്കെ പ്രതികരിക്കാത്തത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്, യുദ്ധം. അതിനെപ്പറ്റി എനിക്കത്ര വിവരമില്ല. അതിന് വിവരമുള്ള ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അതിന് ഞാൻ വ്യാകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് സാർ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത്. കാരണം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരവും ഇല്ല. രാജ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നറിയുന്ന ഒരു സർക്കാരാണ് രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നറിയുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. എനിക്കോ എന്റെ കുടുംബത്തിനോ അതിൽ യാതൊരു വ്യാകുലതയില്ല. ഉത്തരവാദിത്തം സൈന്യത്തെ ഏൽപ്പിച്ചു, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ കൊടുക്കുകയും ചെയ്തു. സൈന്യം മാത്രമല്ല സാർ, സൈന്യം പ്രാധാന്യം, പക്ഷെ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് സാർ. അതാ ജനഹിതം, ഇന്ത്യയിലെ ജനത്തിന് വില കൽപ്പിക്കുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. പിന്നെ എന്തിനു വ്യാകുലപ്പെടുന്നു? അതിനെപ്പറ്റി എനിക്ക് ഈ റോഡ് തകർന്നതിന് നമ്മൾ എന്ത് പറയണം? എങ്ങനെ വ്യാകുലപ്പെടണം? അത് നമ്മൾ ഇന്നലെയോ മെഞ്ഞാന്ന് ചർച്ച ചെയ്ത് ED അഴിമതി നടത്തിയിരുന്നു. EDയിലെ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പുഴുക്കുത്തുള്ള ആൾ അഴിമതി നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ ED എന്ന സംവിധാനം നിയന്ത്രിക്കുന്നത് രാജ്യത്തെ ഒരു ഗവൺമെന്റ് ആണ്. എന്നാൽ അതൊന്ന് വളരെ കുറച്ചും കൂടി ശക്തമായി നിയന്ത്രിക്കേണ്ട സാഹചര്യമാണ്. ഇത് ഒരു വ്യക്തി 5-10 കൈക്കൂലി വാങ്ങിയതല്ല, ഇതിന്റെ കഥ ഇങ്ങോട്ട് പുറത്തേക്ക് വരിക. കോടിക്കണക്കിന് ഉറുപ്പിയുടെ അഴിമതി ആരോപണങ്ങളാണ് വരുന്നത്. അത് അങ്ങനെ നിയന്ത്രിക്കുന്നില്ല എന്ന ഒരു ചിത്രമാണ് വരുന്നത്. അത് അങ്ങ് പറഞ്ഞത് അതിനോട് എനിക്ക് വിയോജിപ്പാണ്. മറ്റേത് എനിക്ക് അങ്ങയോട് യോജിപ്പാണ്. സൈന്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും കൃത്യമായ നടപടികൾ ചെയ്തു. EDയുടെ കാര്യത്തിൽ അത് തിരുത്താൻ ഞാൻ വിചാരിച്ച് 24 മണിക്കൂറിനകം വളരെ വ്യക്തമായ നടപടി, അവിടുന്ന് ആൾ വന്ന് ഇവരെല്ലാം പിടിച്ചോണ്ട് പോകുന്നതാണ്. ഒന്നും കാണുന്നില്ല. ഏതായാലും എനിക്ക് ചെറിയൊരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഏതായാലും നമ്മുടെ ബാലകൃഷ്ണൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നാളെയും സംസാരിക്കാം. ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. രഘുനന്ദനൻ എന്നോടൊപ്പം ചേർന്നിട്ട് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, തിരുമുല്ലവാരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇത് ഒരാളുടെ ഉത്തരവാദിത്തം ആയാലും രണ്ടുപേരുടെ ഉത്തരവാദിത്തമായാലും ഈ പണിയിൽ മേൽനോട്ടം നടന്നിട്ടില്ല, അഴിമതി നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലാതെ വേറൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് രഘുനന്ദനൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ജോസഫ് എന്നോട് പറയുന്നത് PW റോഡ് സൈറ്റ് എഞ്ചിനീയർ എവിടെ നടപടിയില്ല, യൂണിയൻ നേതാവാണ് എന്ന് പറയുന്നു. നന്നായാൽ അനിൽ വർഗീസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നന്നായാൽ കേരളം, മോശമായാൽ മോദി എന്നാണ് നിലപാട് എന്ന് പറയുന്നു. ഓക്കെ, സുനിമോൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, മഴ ശക്തമായി ചേരുമ്പോൾ ഇത് വീണ്ടും തകരാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, നൗഷാദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നാട്ടുകാരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണം 6 വരിപ്പാതയെ മരണവരിപ്പാതയാക്കും, ജനങ്ങൾ പ്രക്ഷോഭം ഉയർന്നു വരണം എന്ന് പറയുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഓഫ് ഇന്ത്യയുടെ കുറ്റമാണ് എന്നാണ് നമ്മുടെ സുജിത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PWDക്ക് ഒരു NH ഡിവിഷനുണ്ട്, അവരും കൂടി ഇത് നോക്കണം. അത് എല്ലാവരുടെയും അതിൽ നിന്ന് ആരും മാറാൻ പാടില്ല. ഓക്കെ, നമ്മുടെ അരവിന്ദാക്ഷൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അരവിന്ദാക്ഷൻ, നമസ്കാരം. നമ്മുടെ ഈ പാലക്കാട് ദേശീയപാതയൊക്കെ ഉണ്ട്, അവിടെ വിള്ളലൊന്നും ഇല്ലെന്നാണ് പാലത്തൂരിൽ നിന്ന് എന്നോടൊരു പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞത്. ശ്രീ അരവിന്ദാക്ഷനും ആ പരിസരത്ത് എവിടെയല്ലേ താമസിക്കുന്നത്? ഹൈവേക്ക് ഏകദേശം അടുത്ത് തന്നെയാണ്. ഇവിടെ വിള്ളലൊന്നും ഇല്ല, പക്ഷേ എങ്കിലും ആലത്തൂരിനടുത്തല്ലേ അങ്ങയുടെയും വീട്? അതെ, ആലത്തൂരിനടുത്താ വീട്. യാതൊരു പഠനവും നടത്താതെ ഈ നീരൊഴുക്കും മറ്റും തടസ്സപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായി ഹൈവേ മാറിക്കഴിഞ്ഞ സത്യത്തില്
പാലക്കാട്. ഹലോ, കേൾക്കുന്നു. യാതൊരു പഠനവും നടത്തുന്നില്ല എന്ന കാര്യം സത്യമാണ്. ഇപ്പൊ ഹൈവേ നമ്മൾ ആലത്തൂർ വന്ന ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഇപ്പൊ ഓവർ ബ്രിഡ്ജ് പണിയുന്നത്. കുഴൽമന്ദം, ആലത്തൂര്, അതുപോലെ തന്നെ മറ്റ് ജംഗ്ഷനുകളിലൊക്കെ തന്നെ ധാരാളം ആളുകൾ മരണപ്പെട്ട ശേഷമാണ് ഇവർ പഠിക്കുന്നതും നികത്തുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് നീരൊഴുക്കൊക്കെ തടസ്സപ്പെടുത്താതെ നല്ല പഠനം നടത്തണം. അല്ലാതെ കേന്ദ്ര സർക്കാരാണ് ഈ ഇക്കാശക്തി എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയാ. സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് എന്ത് സ്കിൽഡാ ഉള്ളത് ഈ കാര്യത്തെക്കുറിച്ച്? വെറുതെ വന്ന് വാചകടിക്കുക സത്യത്തിൽ, അതല്ലേ? അതുകൊണ്ട് പഠനം നടത്താതെ ഒരു വലിയ പ്രോജക്റ്റും നടത്തരുത്. കൃത്യമായ പഠനം നടത്തി നാട്ടുകാർ പറഞ്ഞു കൊടുക്കുമല്ലോ ഇവർക്ക് ഐഡിയ ഒക്കെ തന്നെ. ഇവരതൊന്നും ചെവിക്കൊള്ളില്ല. പിന്നെ രാഷ്ട്രീയക്കാരുടെ ഇച്ഛാശക്തിയൊക്കെ നമുക്കറിയാം. എന്താ ഇച്ഛാശക്തിക്ക് എന്ത് സ്കിൽഡ് അറിയാം? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും മണത്തലയിലെ മേൽപ്പാലത്തിൽ വിള്ളലടച്ചു. കൂരിയാട് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ചാവക്കാടും ദേശീയപാതയിൽ വിള്ളൽ കണ്ടിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചുമായി നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തുണ്ട്. അതോടൊപ്പം ഏരിയാടും വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും അങ്ങനെ ശക്തമായ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഇതിനുള്ള ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികളും നടപ്പിലാകുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്ത പ്രേക്ഷകൻ എൻ്റെ സ്കറിയ ചെറുപുഴയിൽ നിന്നാണ്. ശ്രീ സ്കറിയ, ചെറുപുഴയിൽ നിന്നാണ് സ്കറിയ വിളിക്കുന്നത്. കേൾക്കാമോ? നമസ്കാരം മനു. നമസ്കാരം. അപ്പോൾ അവിടെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. ഞാനുണ്ട്. അങ്ങ് തിരക്കിലായി എന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ ഇവിടെ 10 ദിവസമായിട്ടൊന്നും കറണ്ടൊന്നും ഇല്ലായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങി. ഈ സമയമാകുമ്പോൾ കറണ്ട് പോകും. അത് സർക്കാർ കാര്യമല്ലേ, മുറപോലെ നടക്കുള്ളൂ. അവരെ വിളിച്ചു കഴിയുമ്പോൾ അവർ നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയാ. അതെ, അപ്പോൾ അല്ല, ഈ മഴ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ് കേരളത്തിൽ. ഇതിനേക്കാൾ വലിയ മഴ പെയ്ത നാടാണ് കേരളം. ഇതൊന്നും ശരിയായില്ലേ സ്കറിയ? ഇതൊന്നും ശരിയാകാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ മരുമോൻ ചത്താലും മരുമോടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന് പറയുന്നവരാ. ഇവിടെ റോഡ് ടാറിങ് ചെയ്യുന്ന സമയങ്ങൾ കാണാറില്ലേ? മഴക്കാലത്തെ ചെയ്യുള്ളൂ. പിന്നെ ഇതാ നിങ്ങളിപ്പോ ഇതിനെക്കുറിച്ച് മാത്രം പറയുന്നു. ഈ തളപ്പുറമ്പ് കുപ്പത്ത് മണ്ണിടിയുന്നു ഭയങ്കര ഇതാ. നിങ്ങൾ മീഡിയയെ കാണിച്ചു. ആ കുപ്പം പാലം പണിയാൻ ആ പുഴ മുഴുവൻ ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുപോയിട്ടിട്ടാണ് അവിടെ ഒരു പാലം പണിയുന്നത്. അന്നേരം നമ്മൾ ബ്രിട്ടീഷുകാരെ പൂവിട്ട് പൂജിക്കണ്ടേ? ഈ വളപട്ടണം പാലങ്ങൾ പണിതൊക്കെ അവരെങ്ങനെയാ പാലം പണിത്? ഇത് ചെറിയ പാലം കുപ്പം. മനുവിന് അറിയാം, മനു കണ്ണൂരുകാരനാണെന്ന് എന്റെ വിശ്വാസം. ആ കുപ്പത്ത് പാലം പണിയായിട്ട് അതിന്റെ ആ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി അതിന്റെ അടിയിൽ ലോഡ് കണക്കിന് മണ്ണ് കൊണ്ടുപോയിട്ടില്ല. ഇവരിവിടെ പറയുന്നതിനാ ഒരു പാവപ്പെട്ട ഒരു പെരപണിയായിട്ട് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിന് പല നിയമങ്ങളും പല കർശന ഇതുകൊണ്ട് ഇവർ ഈ പുഴയെ കൊണ്ട് ഈ ലോഡുകൾ എല്ലാ പുഴയും, ഈ ഒരു പുഴ മാത്രമല്ല മനു, ഈ ആറുവരിപ്പാത എന്ന് പറയുന്ന സാധനം നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ ഞാനിവിടുന്ന് തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട്. ഈ പണി നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും അശാസ്ത്രീയമായ രീതിയിലാണ് പണി. കാരണം എന്താ വെച്ചാൽ മണ്ണ് കൊണ്ട് ഇട്ടിട്ട് ശേഷമാണ് അതിന്റെ അടിയിൽ ഇത് പണിയുന്നത്. നമ്മളൊക്കെ പണിയുന്നത് എങ്ങനെ? അടിത്തറ ബലപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കെട്ടിടങ്ങളാണെങ്കിലും ഏത് വൻകിട സാധനങ്ങളാണെങ്കിലും രക്ഷപ്പെടുള്ളൂ. ഇതിപ്പോ അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചെലവും അവിടെ സർക്കാർ ഈ അടുത്ത മാസം അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ പ്രസ് ബോർഡിന്റെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ശരിക്കും പണിയാം. 1 കിലോമീറ്റർ റോഡ് പണിയാൻ എന്റെ അറിവ് ശരിയാണെന്ന് തോന്നുന്നത് 10 കോടി രൂപ ഏതാണ്ടാണ് 1 കിലോമീറ്റർ റോഡ് പണിയായിട്ടുണ്ടാക്കുന്നത്. ഇതിലെത്ര ഇവിടെ കേരളത്തിൽ അത് 16 കോടിയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ 8 കോടി രൂപ വരെ വരും. ഇവിടെ സ്ഥലം ഏറ്റെടുപ്പിന്റെ ഒരു ചെലവ് കൂടുതലായതുകൊണ്ടാണ്. അതെ, സ്ഥലം ഏറ്റെടുപ്പിന്റെ അല്ലാതെ തന്നെ ഈ റോഡ് പണിക്ക് വേണ്ടി ചെലവാകുന്ന പൈസയില് 10 കോടി രൂപയാണെങ്കിൽ അതിനകത്ത് ഒരു 2 കോടി രൂപയുടെ പണിയേ നടന്നിട്ടുള്ളൂ. ബാക്കി 8 കോടിയും മറിയായത് പല വഴിക്ക്. ആരെയും കുറ്റം പറയുന്നില്ല, ആരാന്നും പറയുന്നില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ വരും. ഇത് വ്യക്തമായിട്ട് അറിയാം. ഇതിനകത്ത് അഴിമതിയുടെ കൂത്താട്ടം നടന്നിട്ടുണ്ട്. ആ വയൽക്കിളിയുടെ കീഴാറ്റൂർ സമരം ചെയ്ത് അവിടെ മനു നാളെ എന്റെ കണ്ണൂർ ജില്ലയിലേക്ക് പോവാ, ഞാൻ കാണിച്ചു തരാം. കീഴാറ്റൂർ മേൽപ്പാലം പണിത് വെച്ചിരിക്കുന്നു കുറ്റിക്കോട് വരെ. കുറ്റിക്കോട് ആ റോഡ് എങ്ങനെ പണിയുന്നു അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കുറ്റിക്കോട് പഴയ പാലത്തിന്റെ അവിടെ നിന്ന് തളപ്പുറമ്പിലേക്ക് വരുന്ന പഴയ പാലം. ഈ വയൽക്കിളികൾ പണിത ആ മേൽപ്പാലത്തിന്റെ ഇപ്പുറത്ത് കുപ്പത്തേക്ക് വരുന്നിടത്ത് ഒരു മല നിൽക്കുന്ന കണ്ട 2 സൈഡ് ഇടിച്ചിട്ട് എങ്ങനെ ഇട്ടിരിക്കുന്നത് അത് മുഴുവൻ താഴെ പോകും. അതായത് ലൂർദ് ആശുപത്രിയുടെ അവിടുന്ന് പട്ടുവത്തേക്ക് പോകുന്ന വഴിക്ക് കയറിയാൽ മതി. നിങ്ങൾ വന്ന് കാണണം. ഇത് അഴിമതി. ലോഡ് കണക്കിന് മണ്ണ് മാഫിയെ സഹായിച്ചവര്, അതുപോലെ കോറക്കാരെ സഹായിച്ചു, അതുപോലെ ഇതിനു വേണ്ടി കമ്പികൾ മേടിച്ചതും ബാക്കി എല്ലാത്തിനും കമ്മീഷൻ അടിച്ചു. സിമെന്റിന് മുഴുവൻ കമ്മീഷൻ. ഞാൻ ചോദിക്കട്ടെ, 5 നില കെട്ടിടത്തിന്റെ പൊക്കത്തിലൊക്കെ ഈ സിമെന്റ് കട്ട വെച്ച് കെട്ടിയിട്ട് ഇത് നിൽക്കൂന്നുള്ളത് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം ഈ മഴക്കാലത്ത് നിൽക്കുകയെന്ന്. ഇതൊക്കെ മനുഷ്യന്റെ എന്നിട്ട് പറഞ്ഞു ഞങ്ങളിതാ വികസനം കൊണ്ടുവന്നു. പണ്ട് വികസനം കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞാന്ന് വെച്ചാൽ കോറിന്റെ കന്നാലി അപ്പുറത്ത് കയറിപ്പുറത്ത് പോകാൻ പറ്റിയിടുന്ന സമരം ചെയ്തവന്മാരാ. ഇത് ശരിക്കും അതാ ഞാനാ പറഞ്ഞ മകൾ മരിച്ചാലും മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണുനീര് കാണണം എന്നുള്ള ഇതേ ഉള്ളൂ. ഇതിനകത്തൊക്കെ ശരിക്കും ഇപ്പൊ ഈ അന്വേഷണം ഇപ്പോഴല്ല നടത്തുന്നത്. മഴയ്ക്ക് മുമ്പേ അന്വേഷണം നടത്തായിരുന്നു മനു.
ഇത് ആദ്യം പഠിക്കണ്ടേ? നമ്മൾ ആദ്യം ഒരു സാധനം ഒരു സംവിധാനം തുടങ്ങുമ്പോൾ ഇതെങ്ങനെ നിലനിൽക്കും? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് അടുത്തുപോലെ ഈ മേൽപ്പാലങ്ങളൊക്കെ വണ്ടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ മേൽപ്പാലമൊക്കെ താഴെ വീഴുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ സംശയം. പിന്നെ കിലോമീറ്റർ അങ്ങനെ ട്രോള് വെച്ചിട്ട് പിരിക്കുക. ഈ റോഡ് പൊട്ടിപ്പൊളിച്ച് കിടന്നാലും ഈ യാത്രക്കാർക്ക്, കേരളത്തിലെ യാത്രക്കാര് ഒരിക്കലും ശരിയായ രീതിയിൽ പോവുകയില്ല. അതേ ഉള്ളൂ. ട്രോള് മേടിക്കുക. ആ റോഡ് എന്ന് പറഞ്ഞ് ഭീകര കൊള്ളയാണ്. ഞാൻ ഓരോ സ്ഥലത്തെ ടോളിന്റെ കാര്യം നോക്കുമ്പോൾ ഞെട്ടിപ്പോണ്. 200, 100, സാധാരണക്കാരൻ അറിയത്തില്ല. യുവമാര് സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇവര് പറയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ റോഡ് പണിത മന്ത്രിമാരെയൊക്കെ പിടിച്ച് അകത്തിടണം. കാരണം അവിടെ ഒരു മേൽപ്പാലം. ഈ ടോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്കറിയ ഞാൻ ഒരു കാര്യം ഓർത്ത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഈ സുഹൃത്ത് ഇതുപോലെ ടോള് ഒരു സ്ഥലത്ത് പിരിക്കുന്നത് കണ്ട് അദ്ദേഹം ഇതിനെ സംബന്ധിച്ചൊരു വിവരാവകാശ ഇത് കൊടുത്തു. അപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ടോള് പിരിക്കാൻ ഏർപ്പെടുത്തി ആരോ കുറെ പൈസയും കൊണ്ടുപോയി. അപ്പൊ വീണ്ടും ടോൾ പിരിക്കുക. അതെ, ഇപ്പൊ എനിക്ക് 59 വയസ്സായി. ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞു നിർത്താം, ബാക്കിയുള്ള ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. എനിക്ക് 59 വയസ്സായി. ഞാൻ ഇവിടുന്ന് കണ്ണൂർ പോയിക്കൊണ്ടിരുന്ന കലോമനോ എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ട്രോള് കൊടുക്കുന്ന സമയം ഈ ഒരു 5 കൊല്ലമാണ് തീർന്നിട്ട്. വളവട്ടണം പാലത്തിന് ട്രോള്, കുറ്റിക്കോല് പാലത്തിന് ട്രോള്, അപ്പുറത്തെ മുഴുപ്പിലങ്ങാട് ട്രോള്, എല്ലായിടത്തും ട്രോളായിരുന്നു. ഇപ്പൊ ഇനി വരാൻ പോകുന്നു മാങ്ങാട്ടുപറമ്പിൽ. ഈ തലപ്പുറം ഈ മലയോര മേഖലയിൽ നിന്ന് ചെന്ന് കയറി ഈ ഹൈവേയിലേക്ക് കയറി 1 കിലോമീറ്റർ ചെന്ന് കയറുന്ന ട്രോള് കൊടുക്കണം. ഇത് ഭയങ്കര തട്ടിപ്പും ഭയങ്കര അഴിമതിയാ. കേരളത്തിലുള്ളവർ ഒരിക്കലും അവന്റെ മരണശേഷം പോലും നല്ലൊരു വഴിക്ക് പോകാൻ പറ്റില്ല. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്, എന്ത് ഉത്തരവാദിത്തം ആണെന്നുള്ളത് നമുക്കറിയത്തില്ല. യെസ്, വ്യക്തമാണ്. ഏതായാലും മറ്റു പ്രേക്ഷകർ കൂടി കാത്തുനിൽക്കുന്നത് സ്കറിയ അതിനെപ്പറ്റി വളരെ വിശദമായി പറഞ്ഞു. അപ്പോൾ ജിയോവ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. PWD റോഡ്സ് ഒന്നുമല്ല, സൈറ്റ് എഞ്ചിനീയർ അറിയാത്ത കാര്യം പറയാതെ എന്ന് പറയുന്നു. ഓക്കെ, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് സാങ്ഷൻ ചെയ്യും. വർക്ക് ടെൻഡർ ചെയ്യുന്നത് NHAI ആണ്. വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ടോൾ പിരിക്കുന്നത് NHAI ആണ്. ഓക്കെ, അത് ആര് പിരിച്ചാലും അങ്ങനെ ഇത്. ഓക്കെ, അപ്പോൾ ശിവശങ്കർ എൻ്റെ നിലപാട് വളരെ ശക്തമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിക്ക് എക്സലൻറ്റ് മനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചിഹ്നമൊക്കെ അയക്കുന്നുണ്ട്. എനിക്ക് ഒരു നന്ദി കൈയുടെയൊക്കെ ചിഹ്നം അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ശിവശങ്കറിനെ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ സലീം BA നമുക്കൊപ്പം ചേർന്നുണ്ട്. പണിതവർക്കും പണിയുറപ്പിച്ചവർക്കും ബമ്പർ അടിച്ചു, പണിതത് പൊളിച്ച് വീണ്ടും പണി, ചിലവാകുന്ന പണം ടോളായിട്ട് നാട്ടുകാർ തന്നോളും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, റോഡിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുത്താലും പ്രശ്നമില്ല, സ്വന്തം ജീവൻ്റെ ഉത്തരവാദിത്തം അവനവൻ ഏറ്റെടുക്കണം എന്ന് നൗഷാദ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കറിയാജിക്ക് എല്ലാവരും കൈവെക്കുന്നുണ്ട് കേട്ടോ. സ്കറിയ പറയുന്നത് ഈ ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ഇതിനേക്കാളൊക്കെ ഭേദമായിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. 100 വർഷമൊക്കെ മുമ്പ് നിർമ്മിച്ച സംഗതികൾ ഇപ്പോഴും ചിലത് ഈ കാലാവസ്ഥയെയും അതുപോലെ കാലത്തെയും അതിജീവിച്ച് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഇവിടെ എന്തോ പിഴവുണ്ട് എന്ന് നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നു. ജയകുമാറും നമ്മുടെ കാറ്റ് കിറ്റ് വന്നിട്ടുണ്ട് സിംഗപ്പൂരിൽ, അത് ഉണ്ട്. ഓക്കെ, കാറ്റ് കിറ്റ് സിംഗപ്പൂരിലെ എല്ലാവർക്കും ആശംസകൾ. കൃഷ്ണൻകുട്ടി മണിമല നമുക്കൊപ്പം ചേരുന്ന ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഫ്ലക്സ് വെച്ചവരൊക്കെ ഇപ്പോൾ മുങ്ങി എന്നാണ് പറയുന്നത്. അതാണ് പരിഹാസം. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് എന്ത് തോന്നുന്നു? ശ്രീ നമസ്കാരം. ഈ റോഡ് ഉണ്ടാവുക എന്നുള്ള കാര്യം ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. നമ്മൾ കേരളത്തിലും അറിയാം. നാഷണൽ ഹൈവേ പണിയുന്നതും ആദ്യമായിട്ടല്ല. പിന്നെ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അത് എന്തുകൊണ്ടങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ, ഒരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ജോലിക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ഉത്തരവാദിത്തത്തോടെ ആ കാര്യങ്ങൾ ചെയ്യണം. അതിന് എന്തൊക്കെയാണ് വ്യവസ്ഥകളെന്ന് ആ കോൺട്രാക്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നിരന്തര പരിശോധന നടത്തി എന്നൊക്കെ ഇവിടെ മന്ത്രി പറഞ്ഞതോ? മന്ത്രി പറയുന്നതല്ല ഞാൻ പറയുന്നത്. കോൺട്രാക്ടിൽ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കോൺട്രാക്ടർ ജോലി ചെയ്യേണ്ടത്. അതുപോലെ ആ കോൺട്രാക്ട് കൊടുത്തേക്കുന്നത് ഏത് പാർട്ടിയാണോ, ഇവിടുത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി കോൺട്രാക്ട് കൊടുത്തു കഴിയുമ്പോൾ ആ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സൂപ്പർവിഷൻ വേണം, സൈറ്റ് എഞ്ചിനീയർ വേണം. ഈ പറഞ്ഞ കോൺട്രാക്ട് വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടാണോ ഈ റോഡിന്റെ പണി മുന്നോട്ട് പോകുന്നതെന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കേണ്ട ജോലി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സൂപ്പർവിഷൻ ചെയ്യുന്ന എഞ്ചിനീയർക്കുള്ളതാണ്. അതുപോലെ ആ കോൺട്രാക്ട് എടുത്തേക്കുന്ന കോൺട്രാക്ടറുടെ ഒരു സൂപ്പർവൈസർ അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാനൊരു സംശയം ചോദിച്ചത്, നമ്മുടെ ഈ PWDയുടെ NH വിഭാഗത്തിന് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇത് നോക്കാനോ? കേരള PWDക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല. അല്ല, അതിനൊരു NH ഡിവിഷൻ ഉണ്ടല്ലോ. എങ്ങനെ? കേരള PWDക്ക് ഒരു NH വിഭാഗം ഉണ്ടല്ലോ. കേരള PWDക്ക് NH വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അവരെ സൂപ്പർവൈസ് ചെയ്യാനല്ല. അതിനുള്ള അധികാരം ഏതെങ്കിലും തരത്തിൽ ഒരു റോഡ് ഇവിടെ നിർമ്മിച്ചു പോകാൻ കഴിയില്ല, ഞങ്ങൾ അത് പരിശോധിക്കും എന്ന് പറയുന്ന അധികാരമില്ല. ഈ മന്ത്രിക്ക് അതിനുള്ള അധികാരമില്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ?
അതെ, കേരളത്തിലെ നോക്കിക്കോളൂ. അബ്ദുറഹ്മാനാണ് പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു റോഡ് ഇവിടെ അങ്ങനെ നിർമ്മിച്ചു പോകാൻ പറ്റില്ല, ഞങ്ങളത് പരിശോധിക്കും, അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ടെന്ന്. അപ്പൊ അങ്ങ് പറയുന്നത് അങ്ങനെ ഇല്ല. അങ്ങനെ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്രത്തിന്റെ മേളിൽ സൂപ്പർവൈസ് ചെയ്യാൻ സ്റ്റേറ്റിന് അവകാശമില്ല, അവരെ അനുവദിക്കൂല്ല. അത് നമ്മൾ ഈ പ്രേക്ഷകരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ. അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. അവരുടെ ഫുൾ അതോറിറ്റി, കേന്ദ്രത്തിന്റെ ഫുൾ അതോറിറ്റിയിലുള്ള ഒരു കാര്യമാണിത്. അവരവരുടെ സൂപ്പർവൈസറെ വെച്ച് ചെയ്യുക. നമ്മൾ അവർക്ക് വേണ്ട ബാക്കിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സ്ഥലം എടുത്തു കൊടുക്കുക, അവർ പൈസ ചോദിച്ചപ്പോൾ പൈസ കൊടുത്തു, ഇതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാനല്ലാതെ അവർ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി പരിശോധിക്കാൻ നമുക്ക് അവകാശമില്ല. അതാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നതാണ്, അല്ലാതെ അതിനകത്ത് യാതൊരു കാര്യമില്ല. അതേസമയത്ത് നമ്മൾ സ്റ്റേറ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. നമ്മുടെ പൊതുജനത്തിന്റെ നികുതി പണം എടുത്ത് കുറച്ച് പൈസ അതിന്റെ ഉത്തരം പറയാം. നമ്മുടെ നികുതി പണം എടുത്ത് നമ്മുടെ റോഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത് ആ റോഡ് ഉണ്ടാക്കുന്ന കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോ 10 വർഷത്തെ അതിന്റെ മെയിന്റനൻസും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. എവിടെയെങ്കിലും ഇടിഞ്ഞു പോയാൽ ആ കോൺട്രാക്ടറെ ഉത്തരവാദിത്തം അയാളുടെ ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്തിട്ടാണ് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എവിടെയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ വാർത്ത വരുന്നുണ്ടോ? ഇല്ലല്ലോ. കേന്ദ്രം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവര് കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യണം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അഴിമതിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നാഷണൽ ഹൈവേയുടെ കാര്യത്തില്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് തലയിൽ വരുന്ന വിഷയമല്ല. കേന്ദ്ര ഗവൺമെന്റ് നോക്കേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ കുഴപ്പത്തിന്റെ കോൺട്രാക്ടർ പേരിൽ നടപടിയെടുക്കണം. ഈ നാഷണൽ ഹൈവേ ജോലി ചെയ്ത അതിന്റെ സൈറ്റ് എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടിയെടുക്കണം. ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മൊയ്തീൻ കുട്ടി പറയുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പ്രൊജക്റ്റ് ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നത്. എനിക്കറിയില്ല റോഡിൻ്റെ കാര്യം, പക്ഷേ ടോളിൻ്റെ കാര്യമുണ്ട്. ഗൾഫിൽ വരെയുണ്ട്, ദുബായിലും ടോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബിൽഡ് ഓൺ ട്രാൻസ്ഫർ എന്ന BOT സംവിധാനം വഴി ടോൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ആളുകൾ അത് ഉപയോഗിക്കുന്ന സമ്പന്നരായ ആളുകൾക്ക് ടോൾ എടുത്ത് അത് ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ ഇവിടെ ഒരു സാധാരണക്കാരായ മനുഷ്യനും ആ കടമെടുത്തൊക്കെ കാറ് വാങ്ങിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ അവർക്ക് വലിയ ടോൾ എന്ന് പറയുന്നത് ഒരു ഭീതി. അപ്പോൾ അതിനൊരു കുറേ കൂടി വ്യത്യസ്തമായൊരു മാനദണ്ഡം ഇവിടെ ടോളിന് വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആ പരിസരത്ത് താമസിക്കുന്നവരുടെ മറ്റു റോഡുകളെല്ലാം അടയ്ക്കുക, എന്നിട്ട് അവർ ഈ വഴി തന്നെ പോകേണ്ട ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ചാക്കയിൽ താമസിക്കുന്ന ഒരാൾക്ക് വൈകുന്നേരം കോവളത്ത് പോയി വരണമെങ്കിൽ 500 രൂപ ടോൾ കൊടുക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ 300 രൂപ ടോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അയാൾക്ക് അത് താങ്ങാനാകില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില വിട്ടുവീഴ്ചകൾ കൂടി എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പം മൊയ്തീൻ കുട്ടി അങ്ങനെ പറയുന്നു. ഒപ്പം ജോസഫ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷിജുവും കൂടി ചേർന്ന്. ഓക്കെ, യെസ് നമ്മുടെ അടുത്ത പ്രേക്ഷകൻ പെരുമ്പാവൂർ നിന്നാണ് അല്ലേ? ശ്രീ തങ്കപ്പൻ. സാർ, ഞാൻ എല്ലാണ്ടിയിലെ നാഷണൽ ഹൈവേയുടെ കോൺട്രാക്ട് ആയിരുന്നു എല്ലാണ്ടി. ഗ്രേറ്റ്. ഇങ്ങനെ ഒരാളാണ് ഇതിൽ ഏറ്റവും ആധികാരികമായി മറുപടി പറയാൻ പറ്റിയ ഒരാൾ. ഞാൻ കാത്തിരിക്കുകയാണ്. 7 പ്രോജക്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനി. ഞാൻ ഐ വാസ് എംപ്ലോയി ഓഫ് എല്ലാണ്ടി. അത് ശരി. അപ്പൊ ഈ NHI ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കോൺട്രാക്ടിനല്ല നമ്മൾ കോൺട്രാക്ടിന് വർക്ക് തീർത്തിട്ട് പോകാൻ അവർ നോക്കത്തുള്ളൂ. ശരിയായിട്ട് അതിന്റെ കോമ്പാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മണ്ണിടിച്ച് പോകുന്നത്. 8 സെന്റിമീറ്റർ വരെയൊക്കെ 8 ഇഞ്ച് വരെയൊക്കെ മണ്ണിട്ടിട്ട് അത് പിന്നെ റോൾ ചെയ്ത് ശരിയായിട്ട് കോമ്പാക്ഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് നെക്സ്റ്റ് ലെയർ ഇടാനുള്ളൂ. ഇത് ലോഡ് കൊണ്ടുവന്ന് വെറുതെ തട്ടിയിട്ട് മോശം മാത്രം ലോഡ് ചെയ്തിട്ട് പോകും. അപ്പൊ മണ്ണിനോട് കോമ്പാക്ഷൻ കിട്ടുന്നത് താഴെ മണ്ണ് ലൂസായിട്ടിരിക്കും, അത് ഒഴിയൊന്നും പോകും. ഇല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് സാധാരണ ഇപ്പൊ ഇവിടെ ആളുകൾ പറയുന്നത് ഇത് മഴ കൊണ്ടാണ്. മഴ വന്നാൽ മഴ കൊണ്ടാണെങ്കിലും ഡ്രെയിനേജ് സിസ്റ്റം ഫസ്റ്റ് ശരിയാക്കണം. നമ്മൾ റോഡിന് കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡ്രെയിനേജ് ഉണ്ടാക്കി വെള്ളം ഒഴുകി പോകുന്ന വഴി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വെള്ളം ഒഴുകി പോകാൻ ഒരു സംവിധാനമില്ല, മണ്ണ് കൊണ്ടിട്ട് ആദ്യം ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ട് ആ വെള്ളം മുഴുവൻ ഒഴുകി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് മുകളിലേക്കുള്ള വർക്ക് പോകാം. അത് മണ്ണിട്ട് നമുക്ക് പിന്നെ മണ്ണിട്ട് നിറയ്ക്കേണ്ടടുത്ത് 8 ഇഞ്ച് തിക്നെസ്സിന് മാത്രമേ മണ്ണുണ്ടാവുള്ളൂ. അത് റോൾ ചെയ്ത് കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ലെയർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ശാസ്ത്രീയമായി ഇത് പരിശോധിക്കുന്നതിൽ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിൽ പറ്റിയ വീഴ്ച തന്നെയാണെന്നാണ് അങ്ങ് പറയുന്നത് സാർ. പിന്നെ അതുപോലെ മണ്ണിന്റെ ക്വാളിറ്റി, ഓരോ സ്ഥലത്തും മണ്ണിന്റെ ക്വാളിറ്റി നോക്കണം. മണ്ണ് ലാറ്റക്സ് പോലുള്ള കാര്യം മണ്ണ് അടിച്ച് ബമ്പിക്കാണുള്ളത്. ഇത് ശരിയായിട്ട് പ്രശ്നമില്ല. അതൊരു നനവിട്ട് പൊന്തികട ലൂസായിട്ട് വെക്കുന്നത്. അപ്പോൾ ലൂസായിട്ട് നല്ല മണ്ണ് കറക്റ്റ് ഗ്രാവിലുള്ള മണ്ണ്, ചുവപ്പ് മണ്ണില്ല നമ്മുടെ നാട്ടിലെ, നല്ല മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള മണ്ണ് ഇതിൽ ഉപയോഗിക്കാറുള്ളൂ.
മണ്ണ് എവിടെ കിട്ടുന്നത്, വില കുറച്ച് കിട്ടുന്നത് നോക്കിയിട്ട് കോൺട്രാക്ട് ഉടനടിക്കും ചെക്ക് ചെയ്ത് നാഷണൽ അതോറിറ്റിയാണ് അതിന്റെ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, യെസ്, വ്യക്തമാണ്. ഏതായാലും നമുക്കൊരു ആധികാരികമായ ഒരു പ്രതികരണമാണ് അതിൽ കിട്ടിയത്. ശ്രീ തങ്കപ്പൻ, അങ്ങയുടെ പ്രതികരണത്തിന് വളരെയധികം നന്ദി. അപ്പോൾ കൂടുതൽ പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ജലേഷ് ജോൺ ഇപ്പോൾ കുറേ ആയിട്ട് പൊതുവേദിയിൽ വരാറില്ലായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം മാറി നിന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും വന്നത് സന്തോഷം. കുന്നിടിച്ച് റോഡ് പണിതാൽ കുന്നിടിയും, അപകടമുണ്ടാകും, ഷിരൂർ ദുരന്തം അങ്ങനെയല്ലേ, ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ദിലീപ് കുമാർ നമ്മുടെ മണിമലയിലെ കൃഷ്ണൻകുട്ടിയെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു, സന്തോഷം. അപ്പോൾ കൃഷ്ണൻകുട്ടിക്കും പിന്നെ പൊതുവേദിയിൽ ആരാധകർ ഉണ്ട്, അത് നേരത്തെ ഉണ്ട്. അപ്പോൾ തങ്കപ്പൻ ചേട്ടനും ഇപ്പോൾ ചിലർ അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി പറയുന്നു എന്നാണ് പറയുന്നത്. ജോവ എന്നോട് പറയുന്നത് അക്സെപ്റ്റഡ് ഷെഡ്യൂൾ അനുസരിച്ച് ആണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണോ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് NHAI എന്നൊരു കേന്ദ്ര വകുപ്പും മന്ത്രിയുമൊക്കെയാണ്, പേയ്മെൻറ്റും NHAIയിൽ നിന്നാണ്. അപ്പോൾ അത് മൊത്തം കേന്ദ്രത്തിൻ്റെ കുറ്റമാണ് എന്നാണ് പറയുന്നത്. എല്ലാം കേന്ദ്രത്തിൻ്റെ ആയിരുന്നെങ്കിൽ ഫ്ലക്സ് വെച്ചത് എന്തിന് എന്നാണ് മറ്റേ പ്രതിപക്ഷം ഇവരോട് ചോദിക്കുന്നത്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമാണ്, ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ജലേഷ് ജോൺ എന്നോട് പറയുന്നത് അദ്ദേഹത്തിന് എന്താണ് കാണാത്തതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് നെറ്റില്ല എന്നുള്ളതാണ്. നെറ്റില്ലാത്തതൊരു വലിയ പ്രതിസന്ധിയായി ജലേഷ് ജോണിന് വന്നു. ഏതായാലും അപ്പോൾ BSNL ആണ് നെറ്റ് ഉള്ളത്, അപ്പോൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ BSNL അധികൃതരുണ്ടെങ്കിൽ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പല പ്രേക്ഷകർക്കും ഇത്തരം പരാതിയുണ്ട്. അപ്പോൾ ജലേഷ് ജോണിൻ്റെ പരാതി വൈകാതെ BSNL പരിഹരിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. BSNL നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ശക്തിയായി ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഉണ്ടായിരുന്നതാണ്. സോഡ്ജിന് എന്തൊക്കെയോ സംശയമുണ്ട്, സോഡ്ജ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് റഷീദാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ്, അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ തുടർച്ചയായി ഇങ്ങനെ പലയിടത്തും വിള്ളൽ വരികയാണ്, അശാസ്ത്രീയതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം ഇത് പരിശോധിച്ച് നടപടിയെടുക്കാം എന്ന് പറയുന്നു കേന്ദ്ര സർക്കാരും പറയുന്നു. ഇപ്പോൾ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കല്യാൺ റോഡ് ക്രൈസ്റ്റ് ഹാളിന് സമീപം 53 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും വിള്ളൽ കണ്ടെത്തി. ഇതിന് അങ്ങനെ പലയിടത്ത്, കാസർഗോഡും വിള്ളലാണ്, മാവുങ്കൽ സമീപം കല്യാൺ റോഡിലാണ് 50 മീറ്ററിലധികം വിള്ളൽ കണ്ടെത്തുന്നത്. അതോടൊപ്പം മലപ്പുറത്തിന് പുറമെ ചണ്ണൂരും ചാവക്കാടും പ്രതിഷേധം, അവിടെയെല്ലാം ഇതുപോലെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ചെളിയും മണ്ണും സമീപത്തെ റോഡുകളിലേക്കും വീടുകളിലേക്കും ഒലിച്ചിറങ്ങുകയാണ്. നിർമ്മാണത്തിൽ അശാസ്ത്രീയത എന്ന ആരോപണം അവിടെയും ശക്തിപ്പെടുകയാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലും വിള്ളൽ വീണതായി തൃശൂർ ചാവക്കാട്ടിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയോടും അധികൃതരോടും ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി, ഇത് കേരളത്തിൽ മുഴുവൻ ഈ മഴ പെയ്തതോടുകൂടി പ്രതിസന്ധി ഇങ്ങനെ വരികയാണ്. ഇത് പരിഹരിക്കപ്പെടുമോ? മനു, 2 ദിവസമായിട്ടേ ഉള്ളൂ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. അതെ അതെ അതെ, മഴ വരാൻ പോവുകയാണ്. മഴക്കാലം വരാൻ പോവുകയാണ്. 2 മാസം വരാൻ പോവുകയാണ്. നമ്മുടെ ഉദ്ഘാടനം കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന നാഷണൽ ഹൈവേ 66 ഒരു അവസ്ഥയാണിത്. 2 ദിവസം മഴ പെയ്യുമ്പോഴത്തേക്കും ഈ അവസ്ഥയാണെങ്കിൽ നമ്മൾ എവിടെ എത്തും എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപകടമൊന്നും വന്നില്ല എന്നത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. കാരണം അപകടമൊന്നും വലിയ ആളപായമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് 100% അശാസ്ത്രീയമായാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ 2 ദിവസം മഴ കൊണ്ട് കൂടുതലൊന്നും ആലോചനക്ക് നമ്മൾ മുതിരേണ്ടതില്ല. അശാസ്ത്രീയമായി ചെയ്തിട്ട് പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല, പിന്നെ അതേപോലെ സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ലാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ നാട്ടിൽ കൊയിലാണ്ടിക്ക് അടുത്ത് നന്ദി പ്രദേശമാണ് എന്റേത്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങളെ റോഡുണ്ടല്ലോ കുളമായി കിടക്കുക. റോഡ് ഏത് വഴി ഏത് എന്നറിയാൻ കഴിയാത്ത രൂപത്തിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഡ്രെയിനേജുകൾ അത് അതിൻ്റെതായ ശാസ്ത്രീയ രൂപത്തിൽ ചെയ്യാത്തതിന്റെ ദുരന്തമാണ്. അപ്പൊ ഇന്നലെ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഒരു ബസ് അബദ്ധവശാൽ നാഷണൽ ഹൈവേയിലൊക്കെ കയറിപ്പോയിട്ട് ചളിയിലാണ്ട് പോയി. ആളുകൾക്ക് 1 ഇഞ്ച് പോലും ബസ് മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ നിലവിളിയായി. ഡ്രൈവർ കണ്ടക്ടർ ഓടി, നാട്ടുകാർ പിടിച്ചു നിർത്തിയ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന് നല്ല രീതിയിൽ ചെയ്യണം. ഇപ്പോൾ E.T. മുഹമ്മദ് MP ഗഡിലിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടെയുള്ള കോൺട്രാക്ടർമാരെ ബാർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
ഇവരെ കരിമ്പട്ടികയിൽ പെടുത്തുകയാണ് വേണ്ടി ഇത്തരം ഗഡ്ജറ്റ് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും അവരെ കരിപ്പട്ടിയിൽ ചേർക്കണമല്ലോ, ഉറപ്പായിട്ടും ചേർക്കണം. അതായത് ഓരോ സ്ഥലങ്ങളിൽ വിവിധ കോൺട്രാക്ടർമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺട്രാക്ടർമാർ ഒപ്പം വേണ്ട വിധത്തിൽ ചെയ്യുന്നത്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, പക്ഷെ നമ്മളത് പറയില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ നമ്മൾ നേരിൽ അനുഭവിച്ചില്ലാത്തതുകൊണ്ട് നമുക്കത് തർക്കിച്ച് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇതിന് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഈ 2 മാസം എന്തെല്ലാം ദുരിതങ്ങളാണ് വിദഗ്ധർ, കാരണം അത്രമാത്രം ഉയർത്തിവെക്കാണ് നാഷണൽ ഹൈവേ ഉള്ളത്. അതൊക്കെ ഇടിഞ്ഞു പൊളിച്ച് താഴ്ത്തി. ഞാൻ ഇന്നലെ കോഴിക്കോട് കൊയിലാണ്ടിൽ വരുന്നത് ഞാൻ പേടിക്കുക. കാരണം നമ്മൾ വാർത്ത കേട്ടുകൊണ്ടാണ് വരുന്നത് ടെലിഫോണിലൂടെ. അപ്പൊ ഇത് ഇടിഞ്ഞു പൊളിച്ച് വീണിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണ് നമ്മുടെ വണ്ടിന്റെ മുകളിൽ? ആ രീതിയിലെല്ലാം ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊരു ഭയം എല്ലാ യാത്രക്കാർക്കും ഉണ്ടാവണമല്ലോ. അപ്പൊ ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ട ഗവൺമെന്റും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും അതിന് വേണ്ടപ്പെട്ടവരും ഒക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. വെറുതെ വാക്കടിച്ചത് കൊണ്ട് വാചകടിച്ചത് കൊണ്ട് കാര്യമില്ല, ഫ്ലെക്സ് വെച്ചത് കൊണ്ട് കാര്യമില്ല. ഞങ്ങളാണ് അതിന്റെ അവകാശികൾ. ഇപ്പൊ ഫ്ലെക്സ് എവിടെ? ഒരു ഫ്ലെക്സ് എവിടെ കാണുന്നില്ലല്ലോ ഇപ്പോ. ഏതായാലും അങ്ങയുടെ പ്രതികരണം വ്യക്തമാണ്. ശ്രീ റഷീദ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ആ പ്രദേശത്തുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ജലേഷ് ജോൺ എന്നോട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നെറ്റ് കിട്ടാത്ത കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. കോട്ടയം കങ്ങഴയിലെ BSNL ആണ് നെറ്റ് കൊടുക്കാത്തത്. അപ്പോൾ കോട്ടയം കങ്ങഴയിലെ BSNL ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ദയവായി അവിടുത്തെ പ്രശ്നം പരിഹരിക്കണം. ദേവഗിരി എന്ന സ്ഥലത്താണ് ഈ ജലേഷ് ജോൺ ഉള്ളത്. അദ്ദേഹത്തിന് നെറ്റ് കിട്ടുന്നില്ല. BSNL അവിടെ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പറോട്ട എന്നോട് പറയുന്നത് ഹോൾ ഓവർ ഇന്ത്യ ഗവൺമെൻറ് ഹാസ് ടേക്കൺ ദ ഇനീഷ്യേറ്റീവ് ടു വൈഡൻ ദ നാഷണൽ ഹൈവേസ്. ദ will be issues, don't worry, issues will be sorted out. Okay, I am also waiting for that, Mr. Parota. Okay, അരുന്ധതി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അരുന്ധതിക്ക് എൻ്റെ ആശംസകൾ. എനിക്ക് തംസപ്പൊക്കെ അയക്കുന്നുണ്ട്, അത് വളരെ സന്തോഷം. ഇത്രയും ഹൈറ്റുള്ള ഇടങ്ങളിൽ ഓവർ ബ്രിഡ്ജ് അല്ലേ നല്ലത് എന്ന് എന്നോട് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു. നിസാജ് ഉത്രേടം. ഓക്കെ, നിസാജ്, യെസ്. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ നിരവധി പ്രേക്ഷകർ വരുന്നുണ്ട്. എന്നോടൊപ്പം സിദ്ദിഖ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. സിദ്ദിഖ്, അവിടെയൊക്കെ ഈ ദേശീയപാതയിൽ ചാവക്കാടൊക്കെ വിള്ളൽ കണ്ടു എന്നാണല്ലോ പറയുന്നത്. എന്താണ് അവിടുത്തെ യഥാർത്ഥ ചിത്രം? എന്താ സിദ്ദിഖ്? നമ്മൾ നല്ല ആളുകളെ നമുക്ക് പറ്റില്ല. ആ മലേഷ്യൻ കമ്പനി ഇവിടെ വന്ന് റോഡ് പണിത് ഒരു കുഴപ്പമില്ലാണ്ട് ആ റോഡ് ഇന്നും നിലനിൽക്കുകയാണ്. ഷൊർണൂർ റോഡ് ആളുകളെ നമ്മൾ ഇവിടുന്ന് ഓടിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പിന്നെ ഒന്നും അറിയാത്ത ആളുകളെ ഇത് ഏൽപ്പിച്ച് ഇത് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയതെന്നാണ് എന്റെ നിഗമനം. അതായത് അങ്ങ് ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഓർക്കുന്നത് കേട്ടോ, ഷൊർണൂരിലായിട്ടുള്ള പാലക്കാട് എന്നുള്ള റോഡാണ് ഈ മലേഷ്യൻ കമ്പനി പണിതത് അല്ലേ? അത് ഇന്ന് നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നു. അത് ഞാൻ കണ്ടു. അത് മുഴുവനായിട്ട് പണിയാൻ സമ്മതിച്ചില്ല. പകുതിയിൽ അവർക്ക് സ്ഥലം വിടേണ്ടി വന്നു, പൈസ കൊടുപ്പിച്ചു. ഇന്നും അത് കുഴപ്പമില്ലാണ്ട് നിൽക്കാണ്. പിന്നെ നമ്മൾ അതിന്റെ മേളിൽ പിന്നെയും പെയിന്റ് അടിച്ചോണ്ടിരിക്കപ്പോ, അല്ലാണ്ട് വേറെ ഒന്നും നടക്കണില്ല. അപ്പൊ ഇത്തരം നല്ല നല്ല കമ്പനികളൊക്കെ ഇവിടുന്ന് ഓടിപ്പിച്ച് ഇവര് ഇങ്ങനെ ഇത് നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ കോഴിക്കോട് നമ്മൾ പോകുമ്പോ നമുക്ക് നമ്മുടെ മനസ്സ് ഇങ്ങനെ പടയും. കാരണം ഒരുപാട് ആളുകളുടെ വീടൊക്കെ ഇടിച്ച് നിരത്തി ഈ വികസനം കൊണ്ടുവന്ന്, എന്നാൽ അത് വികസനം കൊണ്ടുവന്നിട്ട് അത് ജനങ്ങൾക്ക് ഉപകരിക്കണ്ടേ? അതൊന്നും ഉപകരിക്കാതെ ഇത് ഇങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്കും ഒരു ദുരന്തത്തിലേക്കും ഇവർ കൊണ്ടുപോയി ഈ രാജ്യത്തിനെ ഇവർ എങ്ങോട്ടാ കൊണ്ടുപോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി ഇത് എന്തിനാ ഈ ഫ്ലെക്സും വെച്ചിട്ട് ഇത് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ നടന്നേർന്ന്. ഇവരൊക്കെ ഞങ്ങളല്ല പിന്നെ ആരാ ഇത് ഉത്തരവാദി എന്ന് ഈ ജനങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം സാറേ. യെസ്, ഏതായാലും സ്ഥിതിക്ക് നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അങ്ങയുടെ പ്രതികരണമൊക്കെ വളരെ വ്യക്തമാണ്. മൊൺസാക്ക് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ പണി തെറ്റായ രീതിയിൽ ആണ് നടക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. 18 അടി ഉയരത്തിൽ മണ്ണിട്ട് റോഡ് പണിതാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജയേഷ് ജോൺ എന്നോട് നന്ദിയൊക്കെ പറയുന്നത്. അപ്പോൾ ജലേഷ് ജോണിൻ്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ശരിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെനൻ ഹരിദാസ് എനിക്ക് ഹാവ് എ നൈസ് ഡേ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഹെനൻ ഹരിദാസ്. അപ്പോൾ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഞങ്ങൾ അവരോട് ചോദിച്ചത് അവകാശമുന്നയിച്ച സംസ്ഥാന സർക്കാർ ഈ ഹൈവേൻ്റെ കാര്യത്തിൽ വീട്ടിലായോ എന്ന് വെച്ചപ്പോൾ 91% ആളുകളും
അത് സംസ്ഥാന സർക്കാരിന് വെട്ടിലായി അനാവശ്യമായി പോയി ഈ ഫ്ലക്സ് വെക്കൽ അല്ലെങ്കിൽ ഇതിൻ്റെ അവകാശവാദം ഏറ്റെടുക്കൽ എന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയമാണെന്ന് പൊതുവേദി ചർച്ച ചെയ്ത് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതിന് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പൊതുവേദി ഇന്ന് അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും വരും. നന്ദി, നമസ്കാരം.